ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങൾ കണ്ടാലോ? അങ്ങനെ കാര്യമായിട്ടുള്ളതൊന്നും ഞങ്ങൾ കൊടുന്നിട്ടില്ല. കാരണം ഒരുവിധം എല്ലാം ഇവിടെ കിട്ടുന്നതുമാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം ആദ്യം ഞാൻ കാണിക്കുന്നത് ഇരുമ്പാമ്പുളിയാണ് കേട്ടോ. അപ്പോൾ ഇത് അവിടെ നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. കല്ലുവിന് ഇഷ്ടമാണ് വെറുതെ കഴിക്കാനായിട്ട്. അപ്പോൾ അത് കുറച്ച് കൊടുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വെളിച്ചെണ്ണ നാട്ടിൽ നിന്നാണ് ഇവിടെ കൊണ്ടുവരാറുള്ളത്. ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണ്. പിന്നെ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കൊടുന്ന സാധനങ്ങളാണ്. അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്നും എനിക്കറിയില്ല. ഇടിഞ്ചക്ക ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടിഞ്ചക്ക, പിന്നെ അതുപോലെ ഇടിഞ്ചക്കയും മാങ്ങയൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. പക്ഷേ നമ്മൾ അമ്മ അവിടെ നിന്ന് കിട്ടിയപ്പോൾ കൊടുത്തയച്ചെന്ന് മാത്രം. പിന്നെ അതേ മാങ്ങയൊന്നും ഞാൻ ശരിക്കും എടുത്തിരുന്നില്ല. പിന്നെ നമ്മളെന്തോ ഇത് കുറച്ച് പിസ്തയും പിന്നെ ബദാമും ഒക്കെയാണ്. അത് ചേച്ചിയുടെ ഹസ്ബൻഡ് കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് അമ്മ ഇതിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് ആണ് കേട്ടോ. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കറുമുറ ഐറ്റംസും പിന്നെ ചിപ്സ് മിക്കവാറും വാങ്ങിക്കാറുള്ളതാണ്. അതുപോലെ കറുത്ത അലുവ ഇതും വാങ്ങിക്കാറുള്ളതാണ്. അപ്പോൾ അലുവ ഇന്നാൾ ഇവിടെ കേരള സ്റ്റോറിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പിന്നെ കല്ലുവിന് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല ബേക്കറി ഐറ്റംസ്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കും, അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഏതെങ്കിലും വാങ്ങിക്കണം എന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അവിടെ 3-4 തരം നുറുക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് ഏട്ടൻ ഒറ്റയ്ക്ക് പോയി വാങ്ങിച്ചതാണ്. ഏട്ടനറിയാം എനിക്ക് ഇങ്ങനത്തെ ഓരോന്നൊക്കെ ഇഷ്ടമെന്ന്. അപ്പോൾ ഏട്ടൻ അങ്ങനത്തെ ഒരു 3-4 ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ പുതക്കിഴങ്ങ്, അപ്പോൾ അത് വീട്ടിലുണ്ടായതാണ് കേട്ടോ, എൻ്റെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ അത് ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണോ ചോദിച്ചാൽ അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടമൊന്നുമല്ല. എന്നാലും ഒരു കഷ്ണമൊക്കെ കഴിക്കും, അത്ര തന്നെ ഉള്ളൂ. അതിലൊന്ന് ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനൊരു വേറെ കവറിലേക്ക് മാറ്റിയതാണ്. പിന്നെ തേങ്ങ, പപ്പടം ഇതൊക്കെ നാട്ടിൽ നിന്നാണ് കേട്ടോ കൊണ്ടുവരാറുള്ളത്. പിന്നെ ഇപ്പോൾ നോലുമ്പുണ്ട് അമ്പലത്തിൽ ഉത്സവമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ പപ്പടത്തിന് ഭയങ്കര ചിലവായിരിക്കും. അതുവരെയുള്ളത് തന്നെ ഉണ്ടാവുള്ളൂ. കുറച്ച് ഗരം മസാല ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, ബാക്കി പൊടികളൊക്കെ അടുത്ത പോക്കിന് എടുക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. മസാലയൊക്കെ പൊടിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുവരാറുള്ളത്. ഇപ്പൊ അവിടുത്തെ കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ വരുമ്പോഴേക്കും അമ്മ വേഗം കുറച്ച് വാങ്ങിച്ചിട്ട് ഉണക്കിയതാണ്, ഇവിടെ മിക്സിയിൽ പൊടിച്ചോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതേ കുറച്ച് കൊണ്ടാട്ടമുളക്, അതും ഈ നോലുമ്പ് സമയത്ത് എടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പൊ അതും അമ്മ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അരിപ്പൊടിയൊക്കെ നാട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ കൊണ്ടുവരാറുള്ളത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന സാധനങ്ങൾ. ഇനിയിപ്പോ അടുത്ത് വീണ്ടും പോകാനുള്ളത് കൊണ്ട് ബാക്കിയുള്ളതൊക്കെ അപ്പ കൊണ്ടുവരും.